യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്. ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച. ഇന്ന് ശുശ്രൂഷകളുടെ എല്ലാ അവസാനം ദിവികാരുണ്യ പ്രദക്ഷിണമുള്ളൊരു വെള്ളിയാഴ്ചയാണ്. ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തെ അനുഗ്രഹമുള്ളൊരു ഭവനമാക്കി മാറ്റുക, മക്കളെ ദൈവാനുഗ്രഹത്തിൽ വളർത്തുക, അവരുടെ ഭാവിയെ ദൈവീകമായൊരു അന്തരീക്ഷത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കുടുംബങ്ങളെ പണിയുക, മക്കളെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുക, ഒരു നല്ല നാളേക്കായി, ഒരു നല്ല കുടുംബത്തിനായി നമ്മളിടുന്ന ഓരോ അടിത്തറകളാണിതെല്ലാം. പിശാചിൻ്റെ പദ്ധതി എന്നാണെന്നറിയോ? മക്കളെ തകർക്കുക, അവരുടെ ഭവനത്തെ തകർക്കുക, ഭാവിയെ നശിപ്പിക്കുക, വഴി തെറ്റിക്കുക എന്നൊക്കെ ഉള്ളത് പിശാചിൻ്റെ ആക്റ്റീവായി നിൽക്കുന്ന പദ്ധതികളാണ്. ഇന്നത് ഭയങ്കര ശക്തമാണ്. എത്രയോ പേരെയാണ് നശിപ്പിക്കുന്നത്, എത്രയോ പേരുടെ ജീവിതമാണ് ഒന്നും അല്ലാതാക്കി മാറ്റുന്നത്, എത്രയോ കുടുംബങ്ങളാണ് തകർന്നത്, എത്രയോ സ്വപ്നങ്ങളാണ് വീണുടഞ്ഞത്. ഇല്ലേ? അത് നശിപ്പിക്കുക, തകർക്കുക, ഒന്നും അല്ലാതാക്കുക, എവിടെ എത്തിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ പിശാചിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നല്ലൊരു നാളേക്കായി ഭവനങ്ങളെ പണിയുക, അടിത്തറയിടുക, പ്രാർത്ഥന പറയുക, വിശ്വാസം പറയുക, വചനം എത്തിക്കുക. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച്, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആയിരക്കണക്കിന് നിയോഗങ്ങൾ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുപോലും കളഞ്ഞിട്ടില്ല, ഒന്നുപോലും നിസ്സാരവൽക്കരിച്ചിട്ടില്ല. എല്ലാം ഈ അൾത്താരയിൽ വചനം പറയുന്ന മേശയിൽ ഒരുക്കി വച്ച് എല്ലാ പ്രാർത്ഥനയിലും ചേർത്ത് വച്ച് പ്രാർത്ഥിക്കുവാണ്. ഞങ്ങൾ ഒന്നിച്ച് വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ, അയൽവക്കങ്ങളിലൊക്കെ ഇരുന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, വചനത്താൽ അവരെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാ നയിക്കണമേ, ഒരു നല്ല ഭാവി അവർക്ക് കൊടുക്കണമേ, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി മക്കളെ മാറ്റണമേ. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് വേണം, നല്ല മനുഷ്യരുടെ അനുഗ്രഹവും നമുക്ക് വേണം. ഇത് രണ്ടും നമുക്ക് ലഭിക്കാനിടയാകട്ടെ. ഏറ്റവും സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനം കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം പറയുമ്പോൾ ഒരു വാഗ്ദത്തം നിറവേറിയതിനെക്കുറിച്ചാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 1 വാക്യം. ഉൽപ്പത്തി പുസ്തകം 37:1. നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചാണോ ഇത് കേൾക്കുന്നത്? കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത്, കുറച്ചുകൂടെ ആത്മാർത്ഥമായി വാക്യം ശ്രദ്ധിച്ചേ. 37:1. യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിൻ്റെ കുടുംബ ചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരോടുകൂടെ ആടുമേയ്ക്കുകയായിരുന്നു. അവിടെ ഒരു പ്രായം പറഞ്ഞിട്ടുണ്ട്, 17. ജോസഫിന് 17 വയസ്സ്. ആ 17 വയസ്സിലാണ് ജോസഫ് സ്വപ്നം കാണുന്നതും സ്വപ്നം സഹോദരന്മാരോട് പറയുന്നതും. അവിടെ മുതൽ വല്ലാത്ത പ്രതിസന്ധികളായിരുന്നു ജീവിതത്തിൽ. വല്ലാത്ത പ്രയാസത്തിലൂടെ ആൾ കടന്നുപോയി. വല്ലാത്ത കഠിനമായ വഴികളിലൂടെ, ഒറ്റപ്പെടലിലൂടെ 17 വയസ്സിൽ കണ്ട സ്വപ്നത്തിൻ്റെ ഭാഗമായി ആ സ്വപ്നം എല്ലാവരോടും, കുടുംബക്കാരോട് അല്ലെങ്കിൽ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അനുഭവിച്ചത് മുഴുവൻ പ്രയാസമാണ്. 17 വയസ്സ് മുതൽ ഏകദേശം 30 വയസ്സ് വരെ വല്ലാത്തൊരു സമയമായിരുന്നു. ഏകദേശം 12-13 വർഷം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചു, ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കേട്ടു,
നടന്നില്ലല്ലോ എന്ന് പറയരുത്. അത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ്, പ്രാർത്ഥനയോടെ അതിനുവേണ്ടി ഒരുങ്ങുമ്പോഴാണ് അതൊരു നന്മയായി വെളിപ്പെടുന്നത്. ബൈബിളിൽ അബ്രാഹത്തെക്കുറിച്ച്, അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം കൊടുത്തു, നിനക്ക് ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും മക്കളെ, സന്താനങ്ങളെ നൽകുന്നു. എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ആ വാഗ്ദത്തം നിറവേറിയത്. ഹെബ്രായ ലേഖനത്തിൽ എഴുതുന്നത് അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദത്തം പ്രാപിച്ചു എന്നാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം നാളെ നടക്കുമെന്നല്ല, അത് നടന്ന് കിട്ടുന്നതുവരെ പ്രാർത്ഥനയോടെ, ദീർഘക്ഷമയോടെ. ഇന്നല്ലേ നാളെ ദൈവം അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യും, ദൈവപ്രവൃത്തി അതിന്മേൽ സംഭവിക്കും, ദൈവത്തിൻ്റെ കാരുണ്യം അവിടെ വരും. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. 17 വയസ്സ് മുതൽ ഈ ജോസഫ് അനുഭവിച്ചത് പ്രതിസന്ധികളും വെല്ലുവിളികളും ഒറ്റപ്പെടലും തകർക്കുന്ന അനുഭവവും ജയിലും ഒക്കെയാണ്. നിങ്ങളും വല്ലാത്തൊരു സമയത്തിലൂടെയാണോ ജീവിതം കടന്നു പോകുന്നത്? നിങ്ങൾ ചിലപ്പോൾ പറയില്ലേ, വല്ലാത്തൊരു മനപ്രയാസം, വല്ലാത്തൊരു പ്രതിസന്ധി, വല്ലാത്തൊരു ഒറ്റപ്പെടൽ, വല്ലാത്തൊരു ചങ്കുപൊട്ടി തകരുന്നത് പോലെ എന്നൊക്കെ പറയുന്ന ചില സങ്കടങ്ങളുണ്ട്. ഒരുപക്ഷെ കാണും, നിങ്ങളുടെ ജീവിതത്തിലും കാണും, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ കാണും. നല്ല തമ്പുരാൻ നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. നല്ല തമ്പുരാന് നിങ്ങളുടെ മനോദുഃഖത്തിൻ്റെ ആഴം അറിയാം കേട്ടോ. നല്ല ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. നല്ല ദൈവത്തിനറിയാം നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനകളുടെയും ആഴം. ഇനി ജോസഫ് 17 വയസ്സ് മുതൽ വല്ലാത്ത പ്രതിസന്ധി, വല്ലാത്ത ഒറ്റപ്പെടൽ, വല്ലാത്ത വെല്ലുവിളികളെല്ലാം അനുഭവിച്ചു. ഇവിടെ അടുത്തത് 41 അധ്യായം 46 വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 46 വാക്യം. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു. 17 വയസ്സ് മുതൽ കഷ്ടകാലമായിരുന്നു, ശരിയാ. പക്ഷെ 30-ാം വയസ്സായപ്പം പ്രതീക്ഷിക്കാത്തൊരു ഉയർച്ച, പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനത്ത് ദൈവം ആ വ്യക്തിയെ എത്തിച്ചു. ഏകദേശം എത്ര വർഷം അതിനുവേണ്ടി കാത്തിരുന്നു? 17 വയസ്സ് തൊട്ടെന്ന് 30 വയസ്സെന്ന് പറയുമ്പോൾ ഏകദേശം 12 അല്ലെ 13 വർഷം, ഏകദേശം ഒരു 10-13 വർഷം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ചില വർഷങ്ങൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്തതൊക്കെയും ജീവിതത്തിൽ കയറി വരും. ആരും വിചാരിച്ചിരുന്നില്ല 17 വയസ്സുള്ളവൻ ഒരു ഭരണാധികാരിയായി മാറും, രാജ്യത്തിലെ ഒരു VIP ആയി മാറും എന്നാരും ചിന്തിച്ചിരുന്നില്ല. വെറുതെ പോലും ചിന്തിച്ചിരുന്നില്ല, തമാശയ്ക്ക് പോലും ആരും കരുതിയിരുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ഇന്നൊരു വല്ലാത്ത പ്രതിസന്ധിയൊക്കെ ആയിരിക്കുമല്ലേ, ഇന്ന് വല്ലാത്തൊരു വേദനയിലൂടെ കടന്നു പോകുമായിരിക്കുമല്ലേ. മക്കളെ ഓർത്തൊക്കെ, വീടിനെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, സമ്പത്തിനെ ഓർത്ത് പ്രതീക്ഷയോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങളുടെ മേൽ വെളിപ്പെടാനുള്ള അനുഗ്രഹമുണ്ട്, ജീവിതത്തിൽ വരേണ്ട ഐശ്വര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കാതെയും ദൈവത്തിൽ ആശ്രയിക്കാതെയും അതില്ലാതാക്കരുത്, അത് കളഞ്ഞു കുളിക്കരുത്. ജോസഫ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 17 വയസ്സ് മുതൽ ഒരു ജീവിതകാലത്ത് അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ച് ഈ 12-13 വർഷം കൊണ്ട്. പക്ഷെ തോറ്റുപോയില്ല. 30-ാമത്തെ വയസ്സിൽ ഭരണാധികാരിയായി മാറി. ഇനി എഴുതിയിട്ടുണ്ട് 49 വാക്യം, കടൽക്കരയിലെ മണലുപോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു. അത് അളക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ അളവ് നിർത്തി. അളക്കാൻ പറ്റാത്തത്രയും സമ്പത്തുണ്ടായി, ധാന്യം ഉണ്ടായി. അതൊരു സമ്പത്തിൻ്റെ അടയാളമാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ട് മാറി. ഞാനിതൊരിക്കൽ പറഞ്ഞിട്ടുണ്ടാകാം, ഞാനിത് പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, നല്ല പ്രായത്തിൽ തന്നെ ദൈവം അവരെ എത്തേണ്ടിടത്തെത്തിക്കും.
ജോസഫ് ഇങ്ങനെ ചിന്തിച്ചു, എന്നെ ഇവരെന്തോ ഇങ്ങനെ ചെയ്തു, എന്നെ ഉപദ്രവിച്ചു, എന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ചു, എന്നെ കളിയാക്കി എന്നും പറഞ്ഞ് മദ്യപിക്കാനും ലഹരി ഉപയോഗിക്കാനും അന്നത്തെ തെറ്റായ കുറേ കൂട്ടുകാരോടൊപ്പം പോയി ഉഴപ്പിപ്പോവുകയല്ല ചെയ്തേ. ജോസഫ് പറയുന്നൊരു വാക്കുണ്ട്, എല്ലാം പറയാൻ സമയമില്ല എന്നാലും പറയാം. ജോസഫ് പറയുന്നുണ്ട്, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം എനിക്കത് നന്മയാക്കി മാറ്റി. നിങ്ങളെനിക്ക് അടിയിടിയും കുത്തും ഒറ്റപ്പെടുത്തലും ഒക്കെ തന്നത് സാരമില്ല, നിങ്ങളിനി അതിനെ ഓർത്ത് വിഷമിക്കണ്ട. എനിക്കത് ബ്ലെസ്സിങ് ആയിട്ടാണ് മാറിയത്. ഞാൻ നിങ്ങളോട് പറയാം, ഈ ഡെയിലി ബ്ലെസ്സിങ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ല, എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. പക്ഷെ ഇത് നന്മയാക്കി മാറ്റാൻ ദൈവം ഒരുക്കുന്ന ഒന്നാണ്. 17-ാമത്തെ വയസ്സിൽ തൊട്ട് ദുരനുഭവങ്ങളും വിഷമങ്ങളും അനുഭവിച്ച ജോസഫിന് സുഖമായി തോന്നിയതുപോലെ ജീവിക്കായിരുന്നു, വഴിതെറ്റി ജീവിക്കായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, ഒരു ഗുണ്ടായിസം കളിച്ച് നടക്കായിരുന്നു, എല്ലാവരെയും പേടിപ്പിച്ച്. ഒരു 10-30 വയസ്സാകുമ്പോഴത്തേക്കും പലർക്കും നാടിന് മുഴുവൻ ഒരു ഭാരമായി, വേദനയായി മാറുന്ന, ഭീഷണിയായി മാറുന്ന ഒരു ഗുണ്ടയെപ്പോലെ വേണേ ആയിത്തീരായിരുന്നു. അതുപോലെയല്ലേ ജീവിതം കടന്നുപോയേ. അങ്ങനെ ഒരാളെക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടു. ഒരാൾ ഭയങ്കര ഉഴപ്പനും ഭയങ്കര ശല്യക്കാരനാ. അപ്പം അവരെക്കുറിച്ച് പറയുക, ചെറുപ്പകാലത്ത് ഒത്തിരി കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു, അതുകൊണ്ടായിരിക്കും ആ കൊച്ചങ്ങനെ ആയിപ്പോയെന്ന്. ചില വിഷമങ്ങൾ ചിലരെ മോശമാക്കും. എന്നാൽ ജോസഫ് നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, ദൈവം എനിക്ക് നന്മയാക്കി മാറ്റി, ആ രീതിയിലാണ് കണ്ടത്. അതുകൊണ്ട് എന്താ, ജോസഫിനെ ദൈവം ഇരുത്തേണ്ട ഒരു കസേരയിൽ നല്ല പ്രായത്തിൽ എത്തിച്ചു. നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്തിനാണെന്നറിയോ? നല്ല പ്രായത്തിൽ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ടതുപോലെ എത്തണം. ഒരാളും തകർന്നു, വഴിതെറ്റിപ്പോയി, നശിച്ചുപോയി, വീണുപോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ജയിലിലാണ്, പോലീസ് പിടിച്ചുകൊണ്ട് പോയി, ഒന്നും കേൾക്കാനിടയാകരുത്. പിന്നെയോ രക്ഷപ്പെട്ടു, അനുഗ്രഹമായി എന്ന് കേൾക്കാൻ, സ്പഷ്ടമായി അറിയാൻ ഇടയാകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുവെന്ന് സ്പഷ്ടമായിട്ട് അറിയാൻ പറ്റണം. അതേപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് ആദ്യ വെള്ളിയാഴ്ച പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതൊക്കെ ഒരു പ്രതിഫലമായി മാറട്ടെ, നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. പ്രത്യേകിച്ച് ഈ മാസം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി കിട്ടിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി സമർപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളെയും, ഓരോ കുഞ്ഞുങ്ങളെയും, ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ, പ്രത്യേകം അവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, കുടുംബങ്ങളെ തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ ശനിയാഴ്ചയാണ്. നാളെ ശനിയാഴ്ച, 2ാം ശനിയാഴ്ചയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആരാധനയും വചനവും ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് നടക്കുന്നുണ്ട്. പരമാവധി പറയേണ്ടവരോട് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണമേ. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് അത് കാണണമേ എന്ന് ഓർമ്മിപ്പിക്കുവാണ്. കാരണം ഒത്തിരി കോൺഗ്രിഗേഷൻ അവരെല്ലാവരും സഭയായി എല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, അപകടത്തിൻ ചതികളിൽ നിന്നും, വഞ്ചന, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്ര ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല നാരകീയ ശക്തികളിൽ നിന്ന് ഞങ്ങളെയും, ഞങ്ങളുടെ ദേശത്തെയും, ഞങ്ങളുടെ കുടുംബത്തെയും, ആലയത്തെയും, ഞങ്ങളുടെ ശരീരത്തെയും എല്ലാം സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണമേ. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെ പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ കഴിഞ്ഞും ശനി ഞായറൊക്കെയാണ് എങ്കിൽ ഈ പ്രാർത്ഥന മറക്കാതെ പങ്കെടുക്കണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.